أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة. ബഹുമാനമുള്ള അധ്യക്ഷൻ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഇരിക്കുന്ന അധികം ആളുകളും ഒരിക്കലും കേൾക്കാത്ത അല്ലെങ്കിൽ കേട്ട് പരിചയമില്ലാത്ത ഒരു ഭാഷയിലൂടെയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉറുദു ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മസീഹ് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് കിട്ടിയതനുസരിച്ച് നമ്മോട് പറഞ്ഞത്, എന്നോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഈ ലോകത്തിൻ്റെ കോണുകളോളം मैं तुझे तबलीग को ज़मीन के किनारों तक पहुँचाऊँगा എന്ന് പ്രഖ്യാപിച്ചതനുസരിച്ച് തന്നെ ഈ നിൽക്കുന്ന വിനീതൻ ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അറബിക്കടലിൽ അങ്ങിങ്ങായി കിടക്കുന്ന ലക്ഷദ്വീപ് സമൂഹങ്ങളിലെ ഏറ്റവും അവസാനത്തിൽ കിടക്കുന്ന അഗത്തി എന്ന് പറയുന്ന ദ്വീപിൽ നിന്നാണ് അഹമ്മദിയ ജമാഅത്തിൻ്റെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദ്വീപിലെ ആദ്യത്തെ അഹമ്മദിയായി ബൈഅത്ത് ചെയ്യുന്നത്. മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവചനം ഒരു നിലക്ക് പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്ന് സൂര്യൻ ഉദിക്കുക എന്ന ആ രൂപത്തിലും ഏറ്റവും പടിഞ്ഞാറേ ഭാഗത്ത് കിടക്കുന്ന ഭൂമിയുടെ കോണിൽ നിന്ന് അഹമ്മദിയ ജമാഅത്തിൻ്റെ പ്രഖ്യാപനം ഉയരാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. പാരമ്പര്യമായി സുന്നി പ്രസ്ഥാനത്തെ ജീവിച്ചു വളർന്നിരുന്ന ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം അത് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള വാജ്ഞ നേരത്തെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ തന്നതുകൊണ്ട് ആ ഇസ്ലാമിക പഠനം തുടർന്നു കൊണ്ടുവരികയും അഹ്ലെ ഹദീസിൻ്റെ ആശയത്തിലേക്ക് വരെ അവസാനം എത്തിച്ചേരുകയും അഹ്ലെ ഹദീസിൻ്റെ മസ്ജിദുകളിൽ വർഷങ്ങളോളം ആ ആദർശം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തിൻ്റെ ഇമാമിൻ്റെ സന്ദേശം, മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്ദേശം ഈ വിനീതൻ്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചു തരുന്നത്. ഏകദേശം 2 രൂപ മാത്രം വിലയുള്ള മസീഹ് മഊദിൻ്റെ ഒരു പുസ്തകം, പഴയ കവറുകൾ കീറിപ്പോയ ഒരു പുസ്തകം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിക്കുകയും
ഇസ്ലാം മത തത്വജ്ഞാനം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വായന പൂർത്തിയായതോടുകൂടെ അള്ളാഹുവിൻ്റെ ഒരു വലിയൻ്റെ പ്രഖ്യാപനമാണ് ഇത് എന്ന് എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അവിടെ നിന്ന് അങ്ങോട്ട് യഥാർത്ഥ ജമാഅത്തിനെ, അഹ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ സമയം പൂർണ്ണമായും വിനിയോഗിക്കുകയും ആ സമയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിനീതൻ്റെ ഹൃദയത്തിലേക്ക് അഹ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുകയും സുന്നി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരെയും അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരെയും കുറിച്ച് നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട്, ആ ആശയങ്ങളൊക്കെ അറിയാൻ സാധിച്ചതുകൊണ്ടും അത്തരം ആദർശങ്ങളും അഹ്മദിയ ജമാഅത്തിൻ്റെ സത്യപ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളും തമ്മിൽ തുല്യപ്പെടുത്തിക്കൊണ്ട് പഠിച്ചു നോക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറച്ചു. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദൻ നബിയ്യ വബി അഹ്മദ മഹ്ദിയ്യൻ വമസീഹ. അല്ലാഹു റബ്ബായിട്ടും അല്ലാഹുവിൻ്റെ ഇസ്ലാം ദീനായിട്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലായിട്ടും അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം മസീഹും മഹ്ദിയുമായിട്ടും തൃപ്തിപ്പെട്ടു എന്നുള്ള പ്രഖ്യാപനം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ആ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രഖ്യാപനം, നാവിലൂടെ പുറത്തേക്ക് വന്ന പ്രഖ്യാപനം അവയവങ്ങൾ അംഗീകരിക്കുകയും അത് അവസാനം എല്ലാം കൂടിയിട്ട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനാൽ നിർമ്മിക്കപ്പെട്ട ആ കിസ്തിയെ നൂഹിന്റെ പെട്ടകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അവൻ്റെ ഔദാര്യം കൊണ്ട് കൈപിടിച്ചുയർത്തുകയും ചെയ്തു. അതിനുശേഷം അല്ലാഹുവിൻ്റെ ഔദാര്യം പിന്നെയും എൻ്റെ മേൽ ചൊരിഞ്ഞു വന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയും അവരും ബൈഅത്ത് ചെയ്യുകയും ഇന്ന് അഗത്തിദ്വീപ് എന്ന് പറയുന്ന ലക്ഷദ്വീപിൻ്റെ, ഇന്ന് പലർക്കും അറിയാതെ കിടക്കുന്ന ലക്ഷദ്വീപിൻ്റെ ആ ഭാഗങ്ങളിൽ അഹ്മദിയ ജമാഅത്തിൻ്റെ പ്രഖ്യാപനങ്ങളും സന്ദേശങ്ങളും ഉയർന്നുയർന്നു കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സഹായമില്ലാത്ത ഒരു ശക്തിക്ക്, ദൈവത്തിൻ്റെ സഹായമില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ലോകത്തിൻ്റെ ഇത്തരം കോണുകളിലേക്ക് വരെ ഈ സന്ദേശത്തെ എത്തിക്കാൻ ദൈവത്തിൻ്റെ സഹായമില്ലാതെ സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപനം നാം ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിന് അതൊരു സന്ദേശമാക്കേണ്ടിയിരിക്കുന്നു. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സത്യത്തിനൊരു തെളിവായി, പ്രമാണമായി, ആയത്തായിട്ട് ഇവിടെ എന്നുമെന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ആ വാക്ക്, എൻ്റെ പ്രഖ്യാപനം, ഇന്നല്ലാഹു ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു നിങ്ങളുടെ ജീവിതത്തെയും നഫ്സിനെയും നിങ്ങളുടെ സമ്പത്തിനെയും വിലക്ക് വാങ്ങുന്നു, നിങ്ങൾക്ക് പകരം സ്വർഗം തരാം. ഈ വില, ഈ കച്ചവടം ഇൻഷാ അല്ലാഹ് നാമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു. ഈ കച്ചവടം പൂർത്തിയാക്കാൻ, ഈ കച്ചവടത്തിന് വില നൽകാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. अस्सलाम वालेकुम रहमतुल्लाह। उन्होंने अपने तकरीर में सदर इजलास और सामीन इकराम को अस्सलाम वालेकुम वरहमतुल्लाह पेश फरमाया। इसके बाद उन्होंने फरमाया कि मैं इस पाक जमात में 3 साल कबल ही दाखिल हुआ है। हज़रत मसीह अलैहिस्सलाम की एक पेशगोई, मैं तेरी तबलीग को ज़मीन के किनारों तक पहुँच जाऊँगा, ये पेशगोई मेरे हक़ में भी पूरी हुई है। और उन्होंने अपने शुरू में ये फरमाया, जो ज़बान मैं इस्तेमाल कर रहा हूँ ये अब आप पहले कभी भी सुना नहीं होगा, उसका उर्दू तर्जुमा यहाँ सुनाई जाएगी। तो उन्होंने ये बताया कि मैं लक्षद्वीप का रहने वाला हूँ, जो हिंदुस्तान के जुनूब मशरिक़ के बहर अरब में वाक़ई हैं। और इस यहाँ 10 जज़ाइर हैं, उसमें आगती जज़ीरा का रहने वाला हूँ। और इस जज़ीरा का पहला अहमदी होने का शरफ़ खाकसार को हासिल हुआ है। मागरिब से सूरज निकलने की जो पेशगोई आका सल्लल्लाहु अलैहि वसल्लम ने फरमाया है, वो एक लिहाज से मेरे हक़ में भी पूरी हुई है। अल्लाह अकबर। खाकसार पुरानी सुन्नी ख़ानदान में पैदा हुआ। यह हकीकत खाकसार अक़ल व शऊर आने से कबिल बाद मालूम हुआ कि पैदाइश के लिहाज से कोई हकीकी मुसलमान नहीं बनता, इसलिए हकीकी इस्लाम की तलाश में हमेशा लगा रहा।
خاکسار مختلف سنی جماعتوں کے بارے میں پڑھتے رہا اور وحدت الوجود کے بارے میں بھی خوب تحقیقات کی. پھر کیرلا میں کام کرنے والے اہل حدیث فرقہ کے بارے میں پڑھا اور اہل حدیث کے مسجد میں بطور خطیب کام کر رہا تھا. اس وقت مجھے جماعت احمدیہ کی ایک کتاب اسلامی اصول کی فلسفی جس کے کور پیج نہیں تھا وہ مجھے پڑھنے کا موقع ملا اور پڑھنے کے بعد خاک سر کو معلوم ہوا اس کا جو مصنف ہے مصنف کے بارے میں ان کو معلوم نہیں تھا. مصنف ہے یہ خدا تعالیٰ کے ایک ولی ہیں. اس کے بعد جب اہل حدیث کے کچھ لوگوں کو احمدی جماعت والے یا جماعت احمدیہ کے کچھ لوگ تبلیغ کر رہے ہیں جب وہ اس بات کو جب انہوں نے سنا تو ان کو وہاں سے ہٹانے کے لیے احمدیوں کو وہاں سے بھگانے کے لیے انہوں نے وہاں گیا. پھر وہاں جا کر جب جماعت کے بارے میں پڑھا تو ان کو معلوم ہوا کہ یہی حقیقی جماعت کے جو اسلام کے حقیقی مناظر پیش کر رہی ہے. جعل حق و زہق الباطل ان الباطل کان زہوقا. اس کے بعد انہوں نے جماعت کے بارے میں پڑھنا شروع کر دیا اور امیر صاحب لکشدیپ اور دوسرے احمدی احباب سے کے تعاون کے ساتھ انہوں نے جماعت کے بارے میں خوب تعلیم حاصل کی اور اس کے بعد بیعت کر کے جماعت میں داخل ہوا. بالآخر انہوں نے اپنے اظہار دل کے جو اظہار کرتے ہوئے فرماتے ہیں رضیت باللہ ربن وبالاسلام دینا وبی محمد رسول اللہ وبی احمد امام المہدی والمسیح الموعود. اللہ تعالیٰ کو حق جانتے ہوئے اور اسلام کا حق جانتے ہوئے اور رسول اللہ صلی اللہ علیہ وسلم کا حق جانتے ہوئے اور مہدی امام حضرت مرزا غلام علیہ السلام کو امام مہدی اور مسیح موعود جانتے ہوئے میں اپنے دل میں تسلی پالی اور اسی طرح میں جماعت حضرت مسیح علیہ السلام کا بنائے ہوا کشتی میں خاکسار نے داخل کی. اور میرے بیعت کے ساتھ ساتھ ہی میرے والدہ اور میری اہلیہ بھی بیعت کی اور میں اپنی زندگی وقف کرنا چاہتا ہوں اور اسی طرح میری اہلیہ امید سے ہے اس پیٹ میں ہونے والی بچے کو بھی خاکسار تحریک وقفے نو میں بھی شامل کیا ہے. اللہ تعالیٰ مجھے بھی اور میرے گھر والوں کو بھی ہمیشہ اس پاک جماعت میں استقامت سے رکھیں. اس کے لیے تمام احباب جلسہ سے دعا کی درخواست کرتا ہے. سے اختتام کو پہنچ گیا ہے. دوست تشریف لے جا سکتے ہیں. دعا کریں کل کا پروگرام بھی اس طرح اللہ تعالیٰ